എടാ രാവിലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വണ്ടി ഇവിടെ വർക്കിന് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ സ്പെക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നീറ്റ് വണ്ടിയാണ് ഇത്. കുറച്ച് ചെറിയ രീതിയിലുള്ള മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ബിനു ആദ്യം തന്നെ എൻ്റെ ഒരു ക്യാബിനിലെ സ്പീക്കറും കാര്യങ്ങളെല്ലാം അഴിച്ചെടുക്കുവാണ്. അപ്പോൾ അതെല്ലാം ചേഞ്ച് ആണ് കേട്ടോ. പിന്നെ അതാ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഈ ഒരു തമിഴ് വണ്ടിയുടെ കാര്യം എന്താ എന്ന്. അപ്പോൾ ആ ഒരു വണ്ടി വർക്ക് ചെയ്യാനായിട്ട് ദാ ഈ ഒരു ഷെഡിലോട്ട് കയറ്റിയിട്ടേക്കുവാണ്. പിന്നെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നതാ ഈ ഒരു വണ്ടിയാണ് ഞാൻ പറഞ്ഞ ഒരു ക്ലീൻ സ്പെക്ക് വണ്ടി. അത്യാവശ്യം നല്ലൊരു ലുക്കാണ് കേട്ടോ ഈ ഒരു വണ്ടി. കടയ്ക്ക് സൈഡിലുള്ളതാണ്. പിന്നെ നമ്മളുടെ തമിഴ് വണ്ടിയുടെ അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ ദാ ഈ ഒരു ഷെഡിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതെന്ത് വർക്കാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും കേട്ടോ. മനസ്സിലായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം നമുക്കിപ്പോൾ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നനയാത്ത രീതിയിൽ ഇങ്ങോട്ട് കയറ്റിയിട്ടേക്കുവാണ്. ഇനി നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഒരു മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുമ്പത്തെ ഏതൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ കാണിക്കാനായിട്ട് വിട്ടുപോയതാണോ എന്നും ഉറപ്പില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ദാ ഇതാണ് ആ ഒരു ക്യാബിൻ്റെ സ്പേസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ബ്ലാങ്കായിട്ട് കിടക്കുവാണ്. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുവാണെങ്കിൽ ഇതാ ഇവിടെ തന്നെ വലിയൊരു പീസ് വെച്ചിട്ടുണ്ട്. അത് ഇതാ ഈ ഒരു ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലുള്ള ഒരു പാസഞ്ചേഴ്സിന് കാല് വയ്ക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പീസ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റും. പിന്നെ 56 സീറ്റ് വണ്ടിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ. പിന്നെ ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ. അകത്ത് വേറെ അധികം ഡെക്കറേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്കകത്ത് ലക്ഷയുടെ വർക്കാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫുള്ള് പാനലും കാര്യങ്ങളൊക്കെ കയറുമ്പോഴത്തേക്ക് ഇതിനകത്ത് അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു മെനക്കേട് പരിപാടിയാവും. പിന്നെ ബാക്കിൽ ഡോറുണ്ട്. ഈ ഒരു ഡോറില്ലാത്ത തമിഴ് വണ്ടികൾ കാണാൻ ഭയങ്കര റെയറായിരിക്കും കേട്ടോ. അപൂർവം ചില വണ്ടികളിലേ ഈ ഒരു ഡോറില്ലാത്ത കണ്ടിട്ടുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ അറിവ് കൊണ്ട് ഞാൻ ഈ ഒരു തമിഴ് വണ്ടിക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയത് ഇത് പ്രൈവറ്റ് വണ്ടികൾക്ക് പകരം ഓടുന്ന ടെമ്പററി ആയിട്ട് ഓടുന്ന വണ്ടികളാണ്. അതായത് പ്രൈവറ്റ് വണ്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നിട്ട് മാറ്റിയിടേണ്ടി വരുന്ന സമയത്ത് അതിന് പകരമായിട്ട് ഓടുന്ന ടെമ്പററി വണ്ടികളാണിത്. ഇതിന് പെർ ഡേ പെർമിറ്റ് എടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളിലാണ് ഈ ഒരു ബാക്ക് ഡോർ മെയിനായിട്ട് കണ്ടുവരുന്നത്. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മളുടെ നാട്ടിൽ നമുക്ക് ഈ ബാക്ക് ഡോറുള്ള വണ്ടികളോട് അത്ര വലിയ താല്പര്യമില്ല. താല്പര്യമില്ല എന്നല്ല, നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ബസ്സുകളിൽ കാണാനേ ഇല്ല. പണ്ടൊക്കെ ഒരു 10 കൊല്ലത്തിന് മുമ്പൊക്കെയുള്ള ചില ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ നമ്മളുടെ ബസ്സിൻ്റെ നടുക്ക് ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ഡോറുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു വണ്ടിക്കകത്തും അങ്ങനെ ഇറങ്ങുന്നില്ല. എല്ലാത്തിലും ഫ്രണ്ടിലാണ് ഇതേപോലെ ഡോർ വരുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വണ്ടിക്കകത്ത് നിർബന്ധമായിട്ടും ബാക്ക് ഡോർ വേണം. അതിന് ടൂറിസ്റ്റ് ആയിക്കഴിഞ്ഞാലും പ്രൈവറ്റ് ആയിക്കഴിഞ്ഞാലും ബാക്ക് ഡോർ ഉണ്ടെങ്കിൽ അവർക്ക് അത്രയും ഹാപ്പിയാണ്. കാരണം അവർക്ക് അതാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടുമിക്ക വണ്ടികളിൽ ഈ ഒരു ബാക്ക് ഡോർ വരുന്നതിൻ്റെ മറ്റൊരു കാരണവും കൂടി. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന, അതായത് ഞാൻ ഈ പറഞ്ഞ ഒരു 10 കൊല്ലം 12 കൊല്ലം മുമ്പൊക്കെ ഈ നടുക്ക് ഭാഗത്തൊക്കെ ആയിട്ട് ഡോറുകൾ വന്നിരുന്ന ഏതെങ്കിലുമൊക്കെ വണ്ടികൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയുള്ള വണ്ടികൾ ഞാൻ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം എടുത്ത് പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ വേഗയുടെ വർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ദാ അച്ചും ബിനു ചേട്ടനും എല്ലാം അകത്തുണ്ട്. ഒരു വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദാ ഈ കാണുന്നതാണ് ഈ ഒരു വണ്ടിയുടെ ഓണർ എന്ന് പറയുന്നത്. ഇവർ കടയ്ക്കലുള്ള ഒരു ടീമാണ് കേട്ടോ. അപ്പോൾ ഈ കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം എനിക്കും വളരെ വേണ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു വണ്ടി ഉള്ളത്. പിന്നെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ ചെറിയ രീതിയിൽ പരിചയക്കാരും കൂടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 16, 17 വണ്ടിയാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല നീറ്റായിട്ടാണ് കേട്ടോ വണ്ടി ഇപ്പോഴും കിടക്കുന്നത്. അധികം ഓടി അലന്ന് ഉള്ളൊരു ലുക്കും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓടിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയറിലും ഒന്നും ഈ ഒരു വണ്ടി അങ്ങനെ അധികം ഓടിയായിട്ടുള്ളൊരു ഫീൽ നമുക്ക് തോന്നത്തില്ല. കാരണം അത്ര നീറ്റായിട്ടാണ് അവർ ഈ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് അകത്തോട്ട് കയറി നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എത്ര നീറ്റായിട്ടാണ് ഈ ഒരു വണ്ടി ഇട്ടേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്കകത്ത് കണ്ടോ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു സീറ്റ് കവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ 2 എക്സ്പ്ലോറർ ഇരിപ്പുണ്ട്, ഒരു ഫോർഹെഡ് ലേസർ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ഇയറും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിമ്പിളായിട്ടുള്ള സിസ്റ്റം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വണ്ടി അടിപൊളിയായിരിക്കും. അതായത് ഒരുപാട് ഇടിയും ബഹളവും അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലാത്ത വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ടിവിയും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബോൾ ലൈറ്റ് ഉണ്ട്. പ്ലാറ്റ്ഫോം എല്ലാം നല്ല നീറ്റാക്കി ഇട്ടേക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സന്ദീപ് അച്ചുവും കൂടി അതിൻ്റെ വർക്കുകൾ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ബിനു ചേട്ടാ ഒരു സ്പീക്കറും കാര്യങ്ങളെല്ലാം മാറാനായിട്ട് പോയേക്കുവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ടി വിയുടെ അവിടെ നിന്ന് എന്തോ ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. ഇതെവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന്. ലാസ്റ്റ് അച്ചു ആ ഒരു സൗണ്ട് കേട്ടുകൊണ്ടിരുന്ന ആ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ ടി വിയുടെ മുകളിലുള്ള ഒരു സ്പീക്കറിൻ്റെ ബോക്സിൽ നിന്നാണ് ആ ഒരു സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവനത് അതിവ്യക്തമായി കണ്ടുപിടിച്ചിരിക്കുന്നു. പിന്നെ നമുക്കിതാ ഇതൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അത് ആ ലൈറ്റിൻ്റെ അകത്തടാ, ആ തുളയ്ക്കകത്ത്. പോയതാണോ?
എൻ്റെ അടുത്തൊക്കെ ഏറ്റവും കൂടിയത് വാങ്ങിക്കാൻ പറഞ്ഞു. ഇത് വാങ്ങിച്ചോണ്ട് തന്നെ 4 GB RAM. ലേസർ അടിക്കേണ്ടി വരും. അങ്ങനത്തെ ആ ഒരു ബോക്സിനകത്തു നിന്നുള്ള അതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് ഇളക്കിയിട്ട് അതിനകത്തുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കുവാണ്. അപ്പോൾ അതിനകത്തിരിക്കുന്ന ഈ ഒരു ലേസറിൻ്റെ ആ ഒരു മോട്ടർ കിടന്ന് കറങ്ങുന്നതിൻ്റെ സൗണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതാണ് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അത് ആദ്യം നോക്കിയിട്ട് ആർക്കും മനസ്സിലായില്ല. ഇങ്ങനത്തെ സംഭവം അവിടെ ഉണ്ടെന്നാരും ചിന്തിക്കുന്നില്ലല്ലോ. അങ്ങനെ എന്തായാലും അത് ക്ലിയർ ചെയ്യാനുള്ള പരിപാടികളെല്ലാം സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അത് ആൻഡ്രോയിഡ് ബോക്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് ടി വിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സന്ദീപ് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുവാണ്. നമ്മുടെ അർജുന അശോകൻ്റെ ഏതൊരു പടമായിട്ട് ചെക്ക് ചെയ്യുവാണ്. ഏത് പടമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും പടം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ. പിന്നെ എന്താ ഇവിടെ ബിനുചേട്ടൻ 1-2 മെക്കാനിക്കൽ സൈഡ് ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി ഏകദേശം ഇറക്കി വിടാൻ പറ്റുന്നൊരു ഇതായിട്ടുണ്ട് കേട്ടോ. വന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഫിനിഷ് ചെയ്ത് വണ്ടി നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് നമ്മളുടെ ഇമാനുവലിൻ്റെ വണ്ടി കിടക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെയാണ് ഞാൻ ഇന്നലെ ലാസ്റ്റ് ആ ഒരു പഞ്ച് ബോക്സ് കയറുന്ന വീഡിയോയും കാര്യങ്ങളെല്ലാം ഇട്ടത്. അപ്പോൾ ഈ ഒരു വണ്ടി ഇന്നലെ ഡെലിവറി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നലെ ഓണർക്ക് എന്തോ തിരക്കായിട്ട് പുള്ളിക്കാരനെ വന്നെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നായിരിക്കും ഈ ഒരു വണ്ടിയുടെ ഡെലിവറി ഉള്ളത്. അപ്പോൾ അവർ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി എടുക്കാനായിട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. ഈ ഒരു വണ്ടി കംപ്ലീറ്റ് എല്ലാം ഫിനിഷായി കിടക്കുവാണ് കേട്ടോ. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു വേഗ വണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് ബാക്കി വണ്ടികളുടെ അപ്ഡേറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാ ഇവിടെ നമ്മളുടെ ഒഡീസയിലെ ട്രാവലറിൻ്റെ വർക്കിനായിട്ടുള്ള സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ചെറിയ 1-2 പരിപാടികളും കൂടി കയറുന്നുണ്ട് കേട്ടോ വണ്ടിക്കകത്ത്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഈ ഒരു വണ്ടിക്കകത്ത് സെറ്റ് ചെയ്ത് വിടണം. പിന്നെ അതാ നമ്മുടെ ഈ മാനുവലിൻ്റെ വണ്ടി എടുക്കാനായിട്ട് ഡെലിവറിക്ക് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഇതാ കൊടുത്തുവിടാനായിട്ട് പോവുകയാണ്. അങ്ങനെ
വർക്കെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു വണ്ടി പോവുകയാണ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഇൻസ്റ്റയിൽ ഇടാനായിട്ട് സന്ദീപ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.